ഹലോ അസ്സലാമലൈക്കും, നമസ്കാരം. അപ്പോൾ ഇത് കോവക്ക. ഇതിനെ മലയാളത്തിൽ എന്താ പറയാന്ന് അറിയില്ല, കോവക്ക എന്ന് വിചാരിക്കുന്നത്. നിങ്ങൾക്കറിയാമെങ്കിൽ കമൻസിലൊന്ന് അറിയിക്കുക. അതിനെ വന്നിട്ട് ലോങ് സൈസിൽ നമ്മൾ നീളമായിട്ട് മുറിച്ചിട്ട് അതൊന്ന് കുക്കറിലിട്ട് ഒന്ന് വേവിച്ചേക്കുക. അതിൽ കുറച്ച് ഉപ്പും മഞ്ഞളും മുളക് പൊടിയും ഇട്ടിട്ട് ഒരു വിസിൽ വരണ്ട. വിസിൽ വരുന്നതിൻ്റെ മുമ്പ് ഒരു സൗണ്ട് വരില്ല, സിന് അത് വന്നോടനെ ഓഫ് ചെയ്തേക്ക്. കാരണം കോവക്ക വേവും കേട്ടോ. അതുകൊണ്ട് കുറേ നേരം ഒന്നും വിസിലൊന്നും വിടണ്ട. അപ്പോൾ ലേശം വെള്ളം ഒഴിച്ചിട്ട് ക്ലോസ് ചെയ്തിട്ട് ഒന്ന് വേവിക്കാൻ വിട്ടേക്ക്. പിന്നെ കുറച്ച് നടക്കടല, അതിനെ വന്നിട്ട് കടലൊക്കെ ഇല്ലേ, ആ കടലൊക്കെ ഒന്ന് കപ്പലണ്ടി, ഇത് വറുത്തതാണ്. വറുക്കാത്തതാണെങ്കിൽ ഒന്ന് നിങ്ങൾ വറുത്തിട്ട് പിന്നെ അതിൻ്റെ തോലെടുത്തതിൻ്റെ ശേഷം മിക്സിയിലൊന്ന് അടിച്ചിട്ട് വെച്ചോ. പിന്നെ ഒരു പാൻ എടുത്തിട്ട് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് കുറച്ച് കടുക് പൊട്ടിച്ചതിൻ്റെ ശേഷം ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ടു. അത് പൊട്ടിയതിൻ്റെ ശേഷം കുറച്ച് വറ്റൽ മുളകില്ലേ, ചുവന്ന മുളക്, അതും കരിവേപ്പിലയും ഇട്ടിട്ട് പിന്നെ അതിൻ്റെ ശേഷം നമ്മൾ ഈ വേവിച്ച് വെച്ച ഇതില്ലേ കോവക്ക, അതിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ പൊടിച്ച് വെച്ച ഈ കപ്പലണ്ടീൻ്റെ പൊടിയില്ലേ, അതൊന്ന് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി. പണി കഴിഞ്ഞ്. ഇതൊരു പൊരിയൽ പറയില്ല, എന്താ പറയുക മലയാളത്തിൽ അറിയില്ല, അതുപോലെ സാപ്പാടിന് സൈഡ് ഡിഷായിട്ട് യൂസ് ചെയ്യുക. കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനെല്ലാം രാവിലെ നേരത്തെ കാലത്ത് ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും. വയസ്സായവർക്കും കഴിക്കാം. ഓക്കെ.